ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം ടെലിഫോണിലായിരുന്നു. ശ്രീ ബിനോയ് വിശ്വം, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ മന്ത്രി പി പ്രസാദ് ഇതേ സമാന സാഹചര്യത്തിൽ തന്നെ രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിക്കുന്ന കാര്യമൊക്കെ ചർച്ച ചെയ്തത്. ഇന്നിപ്പോൾ വീണ്ടും അത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇക്കുറി വിദ്യാഭ്യാസ മന്ത്രി കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒരിക്കൽ കൂടി രാജ്ഭവൻ ഒരു രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഗവർണർ എന്നുള്ളത് കൊണ്ടാണ്. ഇത് ആവർത്തിക്കുകയാണല്ലോ ശ്രീ ബിനോയ് വിശ്വം. ഗവർണർ തീരുമാനിക്കാൻ നേരമായി. അദ്ദേഹത്തിന്റെ വഴികാട്ടിയായി കണ്ടത് ഭരണഘടനയാണോ അതോ ബഞ്ച് ഓഫ് തോട്ട്സ് ആണോ? വിചാരധാരയാണ് വഴികാട്ടിയാകേണ്ടതെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ആ വഴി തന്നെ നീങ്ങണം. അല്ലെങ്കിൽ ഭരണഘടനയാണ് വലുതെങ്കിൽ അദ്ദേഹം ഇപ്പൊ പോകുന്ന പോക്ക് തിരുത്തണം. ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു ഭാരതാംബ എന്ന് പറഞ്ഞാൽ ഒരു പ്രതീകമാണെന്നെങ്കിൽ അത് ഭാരതത്തിന്റെ കൊടിയാണ്, ദേശീയ പതാകയാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ബ്രാഞ്ചുകളിലും ജൂൺ മാസം 7-ാം തീയതി ദേശീയ പതാക ഉയർത്തി ആ കൊടിക്ക് മുമ്പിൽ ഒരു തൈ നട്ടുകൊണ്ട് ഞങ്ങളുടെ ദേശസ്നേഹത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും എല്ലാം വികാരം കാണിച്ചത്. അവിടെയാണ് CPI നിൽക്കുന്നത്. ഞങ്ങൾക്കറിയാത്തൊരു ചിത്രമാണ് അവർ പറയുന്നത്. ആരാണ് ഭാരതമാതാവ്? അതിന് മുഖമായി തീരുമാനിച്ചു. ഏറ്റവും നല്ല ഉജ്ജ്വലമായ ഭാഷയിൽ നെഹ്റു പറഞ്ഞു ആരാണ് ഈ ഭാരതമാതാവെന്ന്. നെഹ്റു പറഞ്ഞത് ഈ മണ്ണാണെന്നാണ് ഭാരതമാതാവ്. ഈ മണ്ണ്, ഇവിടുത്തെ പുഴകൾ, ഇവിടുത്തെ കാടുകൾ, ഇവിടുത്തെ കടലുകൾ, പർവ്വതങ്ങൾ, ഇവിടുത്തെ മനുഷ്യർ, അതെല്ലാമാണ് നമ്മുടെ നാടിന്റെ ഭാരതമാതാവെന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട് പണ്ട്. അത് വായിച്ചു നോക്കട്ടെ. നെഹ്റു പറഞ്ഞു ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്കാണ് ജയ് വിളിക്കുന്നത് പറഞ്ഞു. എല്ലാ ജനങ്ങൾക്കും, നിരക്ഷരരും പാവങ്ങളുമായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും മഹായോഗത്തിൽ വെച്ച് നെഹ്റു പറഞ്ഞു നിങ്ങളാണ് ഭാരതമാതാവെന്ന്. അതറിയാത്ത ഗവർണർ ഒരു സ്വയം സേവകന്റെ രാഷ്ട്രീയം കളിക്കുകയാണ്. അതിന്റെ വേദിയല്ല രാജ്ഭവൻ. ഇതിനകത്ത് സ്വയം സേവകനാകാം, നോട്ട് ആസ് എ ഗവർണർ. ഗവർണറായിരിക്കെ സ്വയം സേവകന്റെ രാഷ്ട്രീയം പുറത്തു വയ്ക്കണം. എന്നിട്ട് ഭരണഘടന പറയും പോലെ പ്രവർത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഭാരതമാതാവിന് ഇന്ത്യക്ക് അറിയില്ല. തലയിലൊരു സ്വർണ്ണക്കിരീടം വെച്ച, അരയിൽ അരപ്പട്ട കെട്ടിയ, കയ്യിൽ RSSന്റെ കാലിക്കൊടി ഏന്തിയ, സിംഹപ്പുറത്തിരിക്കുന്ന ഒരു ഭാരതമാതാവിനെ ഇന്ത്യക്കറിയില്ല. ബാക്ക് ഡ്രോപ്പ് ആയിട്ടൊരു ഭൂപടമുണ്ട്. ഏതാണ് ആ ഭൂപടം? ആ ഭൂപടം ഇന്ത്യയുടേതല്ല. ഇങ്ങനെയെല്ലാമുള്ളൊരു രാഷ്ട്രീയ കടുംപിടുത്തം പിടിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമാക്കി രാജ്ഭവനെ മാറ്റുന്ന ഈ പോക്ക് തെറ്റാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് പറഞ്ഞു, ഇന്ന് പറയുന്നു, നാളെയും പറയുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ശ്രീ ബിനോയ് വിശ്വം, സർക്കാർ നേരിട്ട് തന്നെ രാജ്ഭവനെ ചില കാര്യങ്ങൾ അറിയിക്കേണ്ടതല്ലേ? രാജ്ഭവനിൽ പ്രത്യേകിച്ച് സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികൾ നടക്കുമ്പോൾ ഇത്തരം ബിംബങ്ങൾ അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള സർക്കാരിന്റെ ആ നിലപാട്, ആ തീരുമാനം അത് രാജ്ഭവനെ അറിയിക്കേണ്ടതല്ലേ ശ്രീ ബിനോയ് വിശ്വം? അതാണ് മന്ത്രി പ്രസാദ് അറിയിച്ചത്. അതാണ് ഇന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചത്. അതാണ് പലതവണ ഞങ്ങളെല്ലാം അറിയിച്ചത്. ജനങ്ങളാകെ അറിയിക്കുന്നത്. അറിയിക്കാത്ത കൊണ്ടല്ല, അതുകൊണ്ടാണല്ലോ ഔദ്യോഗിക പരിപാടിക്കകത്ത് നിന്ന് ഈ പറയുന്ന RSS ബന്ധങ്ങൾ ഒഴിവാക്കുമെന്ന് അവർ തന്നെ പറഞ്ഞല്ലോ. രാജ്ഭവനും ഗവർണറും പറഞ്ഞല്ലോ. ഇല്ല, അങ്ങനെയൊന്നില്ല എന്നുള്ളത് അത് നിഷേധിച്ചിരിക്കുകയാണ്. അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് രാജ്ഭവൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. RSSന്റെ കാര്യാലയമാക്കി അദ്ദേഹം രാജ്ഭവനെ മാറ്റുമെന്ന് വാശി പിടിച്ചാൽ ഞങ്ങൾ കൃത്യമായിട്ടും പറയുന്നു, രാജ്ഭവൻ RSSന്റെ കാര്യാലയമല്ല. ഗവർണർ സ്വയം സേവകനാകാനും പാടില്ല. BJPയുടെ ക്യാമ്പ് ഓഫീസായിട്ട് അത് മാറാൻ പാടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. അത് നിലപാടായി തന്നെ എന്നും പറയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ നിലപാടിലൂടെ ഗവർണർ ഒരു രാഷ്ട്രീയ ആശയ സംഘർഷത്തിന് എതിർക്കുകയാണ്. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ശ്രീ ബിനോയ് വിശ്വം, മന്ത്രിമാർ പ്രതിഷേധിക്കുന്നുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് സർക്കാരിന്റെ ഈ കാര്യത്തിൽ ഒരു നിലപാട് എന്ത് എന്നുള്ളത് രാജ്ഭവനെ ഔദ്യോഗികമായി തന്നെ അറിയിക്കേണ്ടതല്ലേ? ഇത്രയും കൃത്യമായിട്ട് അത് പ്രകടിപ്പിക്കുമ്പോഴത്തേക്കും അതിന്റെ അർത്ഥം എന്താണ്? പ്ലീസ് ടെൽ മീ. അതെ, ഔദ്യോഗികമായി തന്നെ സർക്കാർ ഒരു നിലപാടിൽ കർക്കശമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതാണ് സർക്കാരിന്റെ ഈ കാര്യത്തിലുള്ള തീരുമാനം എന്നത് അറിയിക്കേണ്ടേ എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. സംസ്ഥാനത്തെ അധികാരം കൈയാളുന്ന ഗവൺമെന്റ് 2 മന്ത്രിമാർ ഇതിനോടകം തന്നെ അവരുടെ മാർക്ക് ഓഫ് പ്രൊട്ടസ്റ്റ് ആയിട്ട് അത് ബഹിഷ്കരിച്ചിറങ്ങി പോകുന്നു, മാറി നിൽക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഈ ഗവൺമെന്റിന് രാജ്ഭവന്റെ ഈ അപ്രോച്ചിനോട് യോജിപ്പില്ല എന്നാണ്. യോജിപ്പില്ല. ശരി, പക്ഷെ അപ്പോഴും ഇത് രാജ്ഭവൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളിടത്ത് ശരി, നന്ദി ശ്രീ ബിനോയ് വിശ്വം പ്രതികരിച്ചതിന്.